ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും സാധാ ഇഡ്ഡലിയൊക്കെ ആണ് എപ്പോഴും ഉണ്ടാക്കാറ്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 മീഡിയം സൈസുള്ള സവാള ചെറുതായി അരിഞ്ഞതും 3 പച്ചമുളക് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് വഴണ്ടി വരാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായി ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ സാധാ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്ര എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയും അളവ് കുറയ്ക്കാവുന്നതാണ്. ഇനി ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് നന്നായി ഒന്ന് വേവിച്ചിട്ട് തൊലിയെല്ലാം കളഞ്ഞ് അത് നന്നായി ഒന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്, അതുകൊണ്ട് പിന്നെ ഞാനിതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. അപ്പോൾ സവാള വഴറ്റുമ്പോഴും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മസാല ഒന്ന് ചൂടാറുമ്പോൾ നമുക്ക് കുറച്ച് മസാല കയ്യിലെടുത്തിട്ട് നന്നായി ഒന്ന് ഉരുട്ടി കൊടുക്കുക. അതിനുശേഷം ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് ഈ ഷേപ്പിലാക്കുക. അപ്പോൾ കുറച്ച് മസാല എടുത്താൽ മതിയാവും. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഇനി ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് നന്നായി തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ ഇഡ്ഡലി തട്ട് വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ നന്നായി ഒന്ന് തടവി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇഡ്ഡലി മാവ് എടുക്കാം. അപ്പോൾ ഇഡ്ഡലി മാവ് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ മസാല ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മേലെ വീണ്ടും ഇഡ്ഡലി മാവ് ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇഡ്ഡലി മാവ് ആദ്യം കുറച്ചാണ് ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ മസാല വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ മേലെ വീണ്ടും മാവ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഇങ്ങനെ തയ്യാറാക്കുക എന്നുള്ള വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിൽ ഞാൻ എങ്ങനെയാണ് ഇഡ്ഡലി മാവ് തയ്യാറാക്കുന്നതെന്ന് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഇഡ്ഡലി മാവ് തന്നെയാണിത്. അപ്പോൾ ഒരു തട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത തട്ട് വയ്ക്കുക. അതിലും നന്നായി ഓയിലൊന്ന് പരട്ടി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതേപോലെ തന്നെ കുറച്ച് മാവ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ മസാല വെച്ചിട്ട് വീണ്ടും അതിൻ്റെ മേലെ മാവ് ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 6-7 മിനിറ്റ് കൂടി വയ്ക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റ് നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായി വെന്ത് വരുള്ളൂ. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് ചൂടാറാനായിട്ട് വയ്ക്കുക. നന്നായി ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് ഇഡ്ഡലി തട്ടിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മസാല ഇഡ്ഡലി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇത് വെച്ച് കഴിക്കാവുന്നതാണ്. അതല്ല നമുക്ക് തേങ്ങ ചട്നിയോ അല്ലെങ്കിൽ സാമ്പാറോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഈ ചാനൽ പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.